സേതു അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ. ബൈക്കൊന്നും അലൗഡ് അല്ല. സൈക്കിൾ, ഓട്ടോ, ബൈക്ക് ഒന്നും അലൗഡ് അല്ല. എത്ര റോഡ് അവിടെ, എവിടേക്കൊക്കെ ഈ റോഡ് പോണ് ഭഗവാൻ അറിയാം. തലങ്ങും വിലങ്ങും റോഡാ. നിതിൻ ഗഡ്കരി സമ്മതിക്കണം. അയാൾ കാരണം തന്നെ ഈ റോഡൊക്കെ ഡെവലപ്പ് ആയിട്ട് ഇപ്പോഴത്തെ പോർട്ടിന്റെ കൺജഷനൊക്കെ കുറഞ്ഞത്. നമ്മൾ കയറാൻ പോണു. കൊളാബയ്ക്ക് 33 കിലോമീറ്റർ ഇവിടുന്ന്. നമ്മള് സിംഗപ്പൂരൊന്നല്ല കേട്ടോ, ഇന്ത്യയിൽ തന്നെയാണ്. അടൽ സേതു വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു പറഞ്ഞ പോലെ വെൽക്കം. യെസ്, അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ. പകല് വന്നു വെച്ചാൽ സമുദ്രം കംപ്ലീറ്റ്, സമുദ്രത്തിന്റെ ബ്യൂട്ടി കൂടി കാണായിരുന്നു. ലൈറ്റിന്റെ അല്ല, പകല് വന്നു കഴിഞ്ഞാലേ ഇത് എന്ത് ഫുട്ബോൾ ഗ്രൗണ്ടോ? 83. നാട്ടിൽ നിന്ന് വരുമ്പോ ഞാൻ 135 വരെ എത്തിച്ചു. ഞാൻ കൂട്ടിക്കുമ്പോ പിന്നെ എനിക്ക് ധൈര്യം പോരാ, കുറച്ചു. നശേമന്തി സ്പീഡ് ലിമിറ്റ് 72 പറഞ്ഞത്. ഇതാണ് ഈ ടോളിന്റെ ഒരു സാമ്രാജ്യം. കാശ് കൂടുതലുണ്ടാവുകൊണ്ട് വണ്ടികളൊക്കെ കുറവാണ്. പക്ഷെ പിന്നെ സമയം ഇപ്പം എത്രയായി? 8 മണിയായി രാത്രി. ആ വണ്ടി അവിടെ നിന്ന് എടുക്കണ്ടോ? അവൻ തല്ലൂട് പോവും ടോളിന്. പറ്റില്ല. ഫാസ്ടാഗ് ഇല്ലേ? ബ്ലാക്ക് ലിസ്റ്റ്. ഈ വണ്ടി ബ്ലാക്ക് ലിസ്റ്റ് കാശ് കൊടുക്കാൻ ഓടണം തന്നെയാണ്. കാശ് കൊടുക്കണം. കാശ് കൊടുത്തു. ബ്ലാക്ക് ലിസ്റ്റഡ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റഡാ. കാശ് അടയ്ക്കണ്ടാവില്ലേ? 250 പോയി. നമുക്ക് റിട്ടേൺ വാങ്ങും. അല്ല, അത് ഓട്ടോമാറ്റിക്കലി കട്ടാവും. 370 അങ്ങോട്ട് പോകുമ്പോൾ 250 കട്ടാവും. റീഡായോ? ആ, നമ്മുടെ വണ്ടിയുടെ നമ്പർ ഇതാണ്. സാമ്രാജ്യം മക്കളെ. സൺറൂഫ് അല്ല, AC ഓഫീസ് സൺറൂഫ് തുറക്ക്. കുറ്റല്ല അപ്പുപടി ഇരുന്നില്ലേ?
അത് ഗ്രാറ്റ് അവർക്ക് ഗോള് പോകും. അതല്ല അങ്ങനെ മുമ്പ് നാക്കൂത്ത പിന്നല്ല ബാക്ക് ചെല്ല് തുറന്നില്ലല്ലോ. അത് തുറന്നു. നിന്ന് കാണുമ്പോ വീഡിയോ എടുക്കടാ. നീ അങ്ങോട്ട് ഇരുന്നോ, അവൻ നടുക്ക് നിൽക്കട്ടെ. നീ അങ്ങോട്ട് തീക്ക്. കടൽ സേതു രണ്ട് സൈഡിലും കടല്. എന്തേ ആ മുകളിലേക്ക് വെച്ച് ഞാൻ അവനൊന്നും പറഞ്ഞൊന്നും കേൾക്കില്ല. ഇവിടുന്ന് എന്ത് കാണിച്ചാ പറയാ, അമ്മ എന്ത് കാണിച്ചാ പറഞ്ഞാനെ ഒന്നും കേൾക്കില്ല, ഒന്നും അവന് മനസ്സിലാക്കില്ല. അവൻ എന്ത് വേണമെങ്കിൽ പറയാം, അവനിനി ഒന്നും കേൾക്കില്ല. അടച്ചോ മതിയാ, അടച്ചോ അടച്ചോ. അടക്കട്ടെ അടക്കട്ടെ. ഇവിടെ നല്ല കാറ്റാണ്. ജാജിണ്ടാവും അവിടെ കപ്പല്. കപ്പലുണ്ടാവും അവിടെ ലോഡിങ്. അച്ഛന്റെ കപ്പലുണ്ട് അവിടെ. അച്ഛന്റെ കപ്പലുണ്ട് അവിടെ. കപ്പല് കടലിന്റെ മുകളിൽ കൂടെയാണ് നമ്മൾ പോണത് കേട്ടോ. ടെക്നോളജി ഒക്കെ ഇത് ഫുള്ളി ഇന്ത്യൻ ടെക്നോളജിയാണ്. കണ്ണുന്ന് വളരുണ്ടോ? എടാ അത് ഉപ്പുകാറ്റ് വരും, ഉപ്പുകാറ്റ്. മിനിയ ഇത് കണ്ണട പറക്കരുത് കേട്ടോ. കണ്ണട പറക്കും. പറയാൻ പറ്റുന്ന സന്ദർഭം പറഞ്ഞു. അതാ
പറയുമ്പോ നല്ല രസമാവും. അതാ കാണുന്നുണ്ടല്ലേ അവിടെ താഴത്ത് ലൈറ്റ് കാണുന്നത് ഷിപ്പാണോ? ഇത് ലൈറ്റ് അല്ല, ശരിക്കും ഇത് പകല് വരണം. പകല് വന്നു കഴിഞ്ഞാലാണ് മറ്റേ ഈ സമുദ്രത്തിന്റെ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ലൈറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മറ്റേ ഇതുണ്ടാവില്ല, നല്ല രസം ഉണ്ടാവും. എന്നുവെച്ചാൽ നമ്മൾ ഈ കടലിന്റെ മുകളിൽ കൂടെ അല്ലേ പോണ്. പൈസ കൂടുതലുണ്ടാവുകൊണ്ട് വണ്ടികൾ കുറവാണ്. പക്ഷെ എന്നാലും ലാഭമാണെന്ന് പറഞ്ഞിട്ട് എത്ര കോടി റുപ്യ കളക്ട് ചെയ്തു. നവി മുംബൈയിൽ നിന്നും ബോംബെക്ക് 20 മിനിറ്റ് കൊണ്ട് എത്തില്ലേ. മറ്റേത് ഈസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേ പിടിച്ചിട്ട് പോകുമ്പോഴേക്കും എപ്പോൾ എത്തും. വാശി അവിടെ ഇവിടെയൊക്കെ ട്രാഫിക് കിട്ടിക്കഴിഞ്ഞാൽ വണ്ടികള് അത്ര കുറവൊന്നുമില്ല. നിർത്തണോ അവിടെ? നിർത്താൻ പറ്റുമോ? അവര് അലോ ചെയ്യില്ല. ക്യാമറ ഉണ്ട്, ക്യാമറ എല്ലാ ഇതിലും ഉണ്ട്. ഫോട്ടോ എടുക്കാൻ അലോ ചെയ്യാറില്ല. വേണ്ട വേണ്ട, ആദ്യം നിർത്തിയായിരുന്നു ഞങ്ങൾ. ആദ്യം ഫസ്റ്റ് അല്ല അതിപ്പോ അലൗഡ് അല്ലേ. അത് അവര് പറയുന്നുണ്ട് എത്ര നിർത്തി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഷിപ്പ് കിടക്കുന്നുണ്ട് അവിടെ, ലോഡിയുണ്ട്. സമുദ്രം കാണാനൊന്നും ഇല്ല. എന്ത് എന്താ നിർത്തണ്ടേ? റെസ്ക്യൂ സ്റ്റേഷൻ അത് 500 മീറ്ററില് റെസ്ക്യൂ സ്റ്റേഷൻ. റെസ്ക്യൂ സ്റ്റേഷനിൽ നിർത്തി കഴിഞ്ഞാൽ എടുക്കാം. പകല് നിർത്തിയ നമുക്ക് ഫോട്ടോ എടുക്കാം. ദുബായിൽ പറയാം. ദുബായ് പോയിട്ടില്ലെങ്കിലും ഇതെവിടെയാണ് റെസ്ക്യൂ? അത് അടച്ചു വെച്ച് കൊടുക്കും. അതൊന്നും കേക്കില്ല. റെസ്ക്യൂ സ്റ്റേഷനൊക്കെ അടച്ചു വെച്ചു. ആരും പറഞ്ഞു ദുബായ് പോവാനൊക്കെ പറഞ്ഞു. പോണം പോണം പോണം, കൊണ്ടുപോവാ. നിർത്തണ അല്ല വേണ്ട. കണ്ണട അപ്പൊ കണ്ണടയൊക്കെ ഊരി വെച്ചെടുക്കും. കണ്ണടയൊക്കെ ഊരി വെച്ചു. അല്ലേ പറക്ക് യാതൊരു അംശമില്ല. അത് പോയി കിട്ടും. കണ്ണട നിനക്ക് പറഞ്ഞ കേൾക്കണില്ല. ഇവിടുന്നോട്ട് അവര് കാണാതിരിക്കാൻ ഇത് വെച്ചിട്ടിങ്ങനെ വെക്കുണ്ടാവും. ആ സൈഡിലൊക്കെ പിന്നെ വെക്കുന്നുണ്ടാവും. ഒരു ഡോക്ടർ क्या बनाया है ना,
ആദ്യമായിട്ട് വരുന്നൂടെ? എനിക്ക് ഈ റൂട്ടല്ലല്ലോ, എനിക്ക് ഇവിടെ വരേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഞാൻ ചോദിക്കുക. നമ്മള് ലോക്കൽ ട്രെയിനിന്റെ ആൾക്കാരല്ലേ. നമുക്ക് ഈ പോർട്ടിലേക്ക് വരേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ബോംബെക്ക് പോണോ അതോ റൗണ്ട് തിരിച്ചു പോന്നൂടെ? തിരിച്ചു പോരാം. ശരിയല്ലേ? അപ്പൊ ചോട്ടിലിരിക്കണം. നാളെ അവന്റെ പിറന്നാളല്ലേ. തിരക്ക് കുറവാകും. ശനിയാഴ്ച നല്ല തിരക്കുണ്ടാവും. നല്ല റിവ്യൂ പറയുന്നു. വേറൊരു നടന്നു നല്ല പിന്നെ കൊണ്ടുപോകാൻ പറ്റുന്നു. തമിഴ്നാട് അത് അതാ ഷിപ്പാണ്. അത് പോട്ടാ. ഇവിടുന്ന് മുംബൈ പോട്ട് 7 മിനിറ്റ്. ഇതവിടെ എത്തി നമ്മള് ബോംബെയില്. കറക്റ്റ് 19 20 മിനിറ്റും ഇല്ല കേട്ടോ. നമ്മള് അവിടുന്ന് കേറിയിട്ട് മുന്നേ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പൊ 20 മിനിറ്റും ഇല്ല. ശരിക്കും ബോംബെയിൽ എത്തിയപ്പോ നമ്മള് മന്ത്രാലയൊക്കെ കാണുന്നത് ഇവിടുന്ന് നേരെ പോയ മന്ത്രാലയാണ്. 20 മിനിറ്റും ഇല്ല, ഒരു 17 മിനിറ്റേ ഉള്ളൂ. ശരിക്കും 17 മിനിറ്റിലെത്തും. വാശി അവിടുന്ന് നവി മുംബൈ ടു മുംബൈക്ക് എത്തുമ്പോൾ ഒരു 17 മിനിറ്റ് എത്തും. ഇത് എത്ര ലൈനാ ഇവിടെ? ഇത് എവിടേക്കൊക്കെ ഈ വഴി പോണു ഒരു പിടുത്തൂല്ല കേട്ടോ. ഒരു 5-8 ലൈൻ ഉണ്ട് ഇവിടെ. അവിടെ ഇതിന്റെ ഇവിടെ മേലെ ഒരു ബ്രിഡ്ജ്, അതിന്റെ അപ്പുറത്ത് ഒരു ബ്രിഡ്ജ് ഇതാ പോണു. ഇത് കൂടെ അപ്പുറത്ത് കൂടെ ഒരു ബ്രിഡ്ജ്, അതിന്റെ അപ്പുറത്ത് കൂടെ ബ്രിഡ്ജ്. ഇതൊക്കെ പോട്ട് ഓരോരോ ഏരിയയിലേക്ക് ഓരോരോ വഴിയായിട്ട്. ഇതാ അതിന്റെ മുകളിൽ കൂടെ ഇതാ പോണു. ഇതാ മുകളിലൊരു സാധനം, മുകളിലൊരു റോഡ്. അങ്ങോട്ട് പോയി അതിന്റെ മുകളിൽ കൂടെ പോയി റോഡ്. അതിന്റെ മുകളിൽ കൂടെ വേറൊരു റോഡ്. ഇത് സിംഗപ്പൂർ എന്നല്ല, ഇത് ഇന്ത്യയാണ്. ഇന്ത്യ.